ഇതാണ് നമ്മുടെ ഓണറബിൾ റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷാണ്. കമാൽ പാഷ. അയാൾ ഏതോ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഏതോ ഒരു പരിപാടിയല്ല, അത് എന്താണ് ആ സംഘടനയുടെ പേരെന്താണ്? കേരള യുക്തിവാദി സംഘം. കേരള യുക്തിവാദി സംഘത്തിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചു വരുത്തിയ സാധനമാണ് ഓണറബിൾ റിട്ടയർഡ് ജസ്റ്റിസ് കെ കമാൽ പാഷ. പ്രസംഗം കേൾക്കാം. ഈ സംഘടനയുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത കാര്യം പറഞ്ഞു. ശരിയാണ്. അന്ന് തന്നെ ആദ്യം ഞാൻ ആമുഖമായിട്ട് പറഞ്ഞൊരു വാചകം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഞാൻ യുക്തിവാദിയല്ല, ഞാൻ ഈശ്വര വിശ്വാസിയാണ്, പക്ഷെ അന്ധവിശ്വാസിയല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. മതം എൻ്റെ സ്വകാര്യതയായിട്ടും ഒരു ജീവിത രീതിയായിട്ടും. വിശ്വാസിയാണ്, അന്ധവിശ്വാസിയല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തിനാണ്? അതായത് അള്ളാഹിൽ വിശ്വസിക്കുന്ന ആളാണ്, പക്ഷേ ചാത്തനിലും മറുതയിലും യക്ഷിയിലും ഒന്നും വിശ്വസിക്കുന്നില്ല. യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവർക്ക്, ഉദ്ഘാടനം നടത്തുന്നവർ യുക്തിവാദി അല്ലെങ്കിൽ നിരീശ്വരവാദി ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ് ഇവനെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നത്. അല്ല, ഇത് പണ്ട് നമ്മൾ ഭരത് ഗോപി ഏതോ ഒരു സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. എന്തോന്നാണത്? ഇത്രയും പ്രസ്താവിച്ചുകൊണ്ട് ഈ യുക്തിവാദി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും ഈ സമ്മേളനത്തിനും യുക്തിവാദി സംഘത്തിനും സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊള്ളുന്നു. നമസ്കാരം. ഇനി ഒന്നും കൂടിയുണ്ട്. എവിടെ പോയി അവതരിപ്പിച്ചാണ്? സൗദി രാഷ്ട്രത്തിൽ, ഇവിടെ സൗദി അറേബ്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ, അതേപോലുള്ള ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരു ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തത്വങ്ങളൊന്നും വിലയിരിക്കണമെന്നല്ല. അതൊന്നും വിട്ടുവീഴ്ച വേണ്ട. പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ, ആ വ്യാഖ്യാനം കൊടുക്കുമ്പോൾ ആ ഒരു ജനറൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇല്ലാതൊന്നും പറയാൻ പറ്റുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൂറത്തുൽ കാഫിറൂൻ. അത് നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. നമ്മൾ പലപ്പോഴും ഉണ്ടെന്ന് എന്താണെന്നറിയോ, അവൻ കാഫിറാണ് എന്നൊരുത്തനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ എന്താണെന്ന്, അതിന്റെ ആ വികാരം എന്തുണ്ടാകും എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയുള്ളൂ. വളരെ മോശമായ ഒരു പദപ്രയോഗമായിട്ടാണ് മറ്റ് മതസ്ഥർ അതിനെ കാണുന്നത്. ഇന്ത്യയിൽ അങ്ങനെ കാണുന്നത് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അവിടെ അങ്ങനെയാ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ രീതിയിലുള്ള ഈ കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കണം. ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ മുസ്ലിം രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇത് മനസ്സിലാക്കി ഈ രീതിയിൽ ജീവിച്ചാലേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഒരു ജനാധിപത്യ രാജ്യമായ ബഹുസ്വരതയുള്ള നാനാജാതി മതസ്ഥരുള്ള ഭാരതം പോലുള്ള ഒരു രാജ്യത്ത് അതിന് കൊടുക്കുന്ന ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷനാണ് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ജനാധിപത്യ രാജ്യത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ബഹുസ്വര സമൂഹത്തിൻ്റെ ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്തിട്ട്, ഡെമോക്രസി എൻജോയ് ചെയ്ത്, അതിൽ നിന്നും ഉയർന്നു വന്ന് ഈ ഒരു നിലയിലെത്തിയിട്ട് പിന്നീട് അയാൾ വിരമിക്കുന്നു. അയാൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നല്ല വിധികളൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ള ആളാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി അയാളുടെ മനസ്സിൽ പോലും ഈ ഇസ്ലാം എന്ന് പറയുന്ന വൈറസ് ഇപ്പോഴും സജീവമായിട്ട് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ സൗദി അറേബ്യയിൽ പോയപ്പോഴത്തേക്കും അയാൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ അയാൾക്ക് കഴിഞ്ഞു. അതേസമയം ഇന്ത്യയിൽ അയാൾക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് അയാളുടെ പ്രസംഗത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ വേറെ രീതിയിൽ അവതരിപ്പിക്കുക. സൗദി അറേബ്യയിൽ ഇസ്ലാമിക ഭൂരിപക്ഷമുള്ള രാജ്യത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഒരു ഡെമോക്രാറ്റിക് പ്ലൂറലിസ്റ്റിക് സൊസൈറ്റിയിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. സോ ഹീ നോസ് ദാറ്റ്, ഹീ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ്. എന്നിട്ട് അയാൾ സൗദി അറേബ്യയിൽ പോയി പറഞ്ഞതാണ് സൂറ അൽ കാഫിറൂൻ. അതിൻ്റെ പശ്ചാത്തലം ഇയാൾക്കറിയില്ല. ഇവരെല്ലാം ഈ സൂപ്പർഫിഷ്യൽ മുസ്ലിംസാണ്. പക്ഷേ ഇത് അറിയാമെന്നുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടറിയാം എന്ത് ചരിത്ര പശ്ചാത്തലത്തിലാണ് സൂറ അൽ കാഫിറൂൻ വരുന്നതെന്ന്. ഒരു ഇൻക്ലൂസിവിറ്റിയുടെയോ സെക്യുലർ വാല്യൂസും മനസ്സിലാക്കിയിട്ട് പറയുന്നതല്ല. നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം, അങ്ങനെയല്ല. നീ ഞങ്ങളുടെ മതത്തിലേക്ക് വന്നില്ലെങ്കിൽ നിനക്ക് നിൻ്റെ മതം, നിനക്ക് നിൻ്റെ വഴി, എനിക്ക് ഏം വഴി, നിനക്ക് തനി വഴി, എനിക്ക് ഏം വഴി. അത് രജനീകാന്തിൻ്റെ സിനിമയിൽ പറയുന്നതാണ്, ഏം വഴി തനി വഴി. ആ രീതിയിലുള്ള ഡയലോഗാണ്. അല്ലാതെ ഇയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സെക്യുലർ വാല്യൂസിനെ അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല.
നീ എൻ്റെ വഴിയിൽ വന്നില്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം, ഞാൻ അതിനുള്ള പരിപാടി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സൂപ്പർഫിഷ്യൽ റീഡിങ് വെച്ചിട്ടും ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടും ഒരുപാട് പേര് തെറ്റിദ്ധാരണ ഇസ്ലാമിനെക്കുറിച്ച് പരത്തിയിട്ടുണ്ട്. നാരായണ ഗുരുവും ഗാന്ധിയും ഇവരെല്ലാം ഇസ്ലാമിനെ പറ്റി ഓരോരോ നല്ല നല്ല വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം ഇസ് എനിത്തിങ് ബട്ട് പ്യുവർ അൺഅഡൾട്രേറ്റഡ് ഈവിൾ. ഐ എം ഡൺ.